കൂട്ടുകാരെ, ഞാൻ ഇന്നതാ ഈ ചീരയാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് സാമ്പാർ ചീര എന്ന് പറയും, കുളമ്പ് ചീര എന്ന് പറയും. തമിഴ്നാട്ടിലൊക്കെ കുളമ്പ് ചീര എന്നാണ് പറയണത്. ഇത് കുളമ്പ് എന്ന് പറഞ്ഞാൽ കുളമ്പ് വയ്ക്കണം നല്ല കറിയായിട്ട്. ഇത് തോരനായിട്ട് വയ്ക്കാൻ പറ്റില്ല. എപ്പോഴും ഒരു വെള്ളം ഇതിൽ ധാരാളം ഉള്ളതുകൊണ്ട് കിണ്ടിയെടുത്ത തുറുവറാന്നാവില്ല, കുഴന്നേ ഇരിക്കുള്ളൂ. അതുകൊണ്ട് ഈ ചോറ്റിൽ ഒഴിച്ച് കഴിക്കേണ്ട ഒരു കുളമ്പ് പോലെ തമിഴ്നാട്ടിൽ എന്ന് അവർ വാങ്ങിച്ചിട്ട് കുളമ്പ് ചീര എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ പരിപ്പ ഇട്ട് അതിൽ കൂടെ ഇട്ട് വേവിച്ച് ആണ് എടുക്കണം. ഞാൻ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കും. അത് പരിപ്പിട്ട് വേവിച്ചിട്ട് അത് ഇതും കൂടെ ഇട്ട് വേവിച്ച് നമ്മൾ അരച്ചിട്ട് കടുവറുത്തെടുത്ത ചപ്പാത്തിക്ക് നല്ല കറിയാണ്, നല്ല സ്വാദിഷ്ടമായ ഒരു കറിയാണ് ഈ ചീര. അത് നമുക്ക് ചപ്പാത്തിയുടെ കഴിക്കാൻ നല്ലതാണ്. ഇത് ഒരു മൂട് കൊണ്ടുവന്ന് നട്ടാൽ മതി, പിന്നെ ആ പ്രദേശം മുഴുവനും ഇത് ഉണ്ടായിക്കോളും. ഇത് എളുപ്പം വളർത്താൻ പറ്റണതാണ്, ഒന്നും ചെയ്യണ്ട. നട്ടിട്ടിരുന്നാൽ അതിൻ്റെ ഒരു പൊടി കമ്പ് കിടന്നാലും പൊടിച്ച് കയറിക്കോളും. അതാണ്, കാട് പോലെ വളരും. ഇതൊരു മൂട് നട്ട് കഴിഞ്ഞാൽ നമ്മളെ ആവശ്യത്തിനുള്ളതെല്ലാം കിട്ടും. ചീര അത് നമുക്ക് എപ്പോഴും കാണും. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഇതുപോലെയൊക്കെ നട്ട് നോക്കുകയും വേണം.